ഹലോ വെൽക്കം ബാക്ക് മാധവ് സാരീസ് ഹിയർ. അപ്പൊ എല്ലാവരും കണ്ണൊക്കെ തിരുമ്പി വന്നോ? യെസ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. സെറ്റ് അല്ലേടാ? യെസ്, എക്സാം ഒക്കെ എഴുതാൻ പോയി പ്രിപ്പയർ ആയി നിൽക്കാൻ തോന്നുന്നു. യെസ്, സാറും അതെ, രാവിലെ തന്നെ എണീച്ച് കണ്ണൊക്കെ തിരുമ്പി പല്ലൊക്കെ തേച്ച് വരികയാണ്. എനിവേ, എല്ലാവരും റെഡി ആണല്ലോ? ഓക്കെ അല്ലേ? എടാ മക്കളെ, എല്ലാവരും സെറ്റ് 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 എന്ന് കമന്റ് ചെയ്തേ. യെസ്, അറിയാം കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് മക്കള് ഓൾറെഡി നൈറ്റിലെ ഒക്കെ കിടന്നുറങ്ങി നല്ല രീതിയിൽ നിങ്ങൾ വരുന്നുണ്ട്. എനിവേ, നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലത്തെ ലൈവ് സെഷനിൽ പറഞ്ഞിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന്. അപ്പൊ അതിനായി എല്ലാവരും റെഡി ആണോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവരെ ഓൾറെഡി എണീച്ചിട്ടുണ്ടെങ്കിൽ കാണുമല്ലോ. എനിവേ, നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റെഡി ആണല്ലോ മക്കള്? ഓക്കെ, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ. ഓൺ എക്സാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ മക്കൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മക്കൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, PYQ സെഷൻസ്, ദെൻ പ്രഡിക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ ഏതിലൂടെ നോക്കാൻ പറ്റും? യെസ്, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ നോക്കാൻ പറ്റും കേട്ടോ മക്കളെ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ December 31 കൂടി എന്ത് ചെയ്യും? സിലബസ് മൊത്തം നമ്മൾ തീർത്ത് അല്ലെ? നമ്മുടെ ഈ ഒരു ഓൺ എക്സാം മാത്രമല്ല, ഇന്നത്തെ എക്സാം മാത്രമാണോ? അല്ല, നമ്മുടെ ക്രിസ്മസ് എക്സാം, ദെൻ ഭാവിയിലുള്ള യൂണിറ്റ് ടെസ്റ്റുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ആനുവൽ എക്സാമിനാണ് നമ്മൾ മെയിൻ ഫോക്കസ് കൊടുക്കുന്നത്. എനിവേ, ഇന്നത്തെ എക്സാമിനുള്ള ഫോക്കസ് നമ്മൾ അതിനും കൊടുക്കുന്നുണ്ട്. എനിവേ, നമ്മൾ എന്ത് ചെയ്യാ മക്കള്? ഇപ്പൊ തന്നെ ഈ ഒരു താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ? ഇത് മാത്രം മെസ്സേജ് ചെയ്യാതെ ക്ലാസ് 5 ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഇൻട്രസ്റ്റഡ് എന്ന് മാത്രം ജസ്റ്റ് മെസ്സേജ് ചെയ്തിട്ടാൽ മതി. നമ്മൾ ബാക്കി നോക്കി. റെഡി? 2299 എന്ന ഓണം ഓഫറിൽ മക്കൾക്ക് ഇപ്പൊ തന്നെ ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പർച്ചേസ് ചെയ്യാൻ പറ്റും. റെഡി? നമുക്ക് പോവല്ലേ? എ ഗ്രേഡ് ഉറപ്പിക്കാനായിട്ട് നമുക്ക് പോവല്ലേ? സെറ്റ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറുകൾ ഡിസ്കസ് ചെയ്യാം. എനിവേ, യെസ്, എന്താ അത് കമന്റുകളൊക്കെ റെഡി? ഇന്നലത്തെ ചാലഞ്ചസിന്റെ യെസ്, ബാക്കിയൊക്കെ ഇന്നും നമ്മൾ പറയും. എനിവേ, റെഡി ആണല്ലോ? നമുക്ക് തുടങ്ങാമോ? അങ്ങനെയെങ്കിൽ സമയം കളയുന്നില്ല, സാറ് കിടക്കാണ്. റെഡി? ഹിസ് നെയിം, മൈ നെയിം. മക്കളെ മൈ നെയിം ഇസ് മാധവ്. ഓക്കെ, എന്റെ പേര് മാധവ്, MADHAV, മാധവ് സാർ എന്ന് വിളിച്ചാൽ മതി. റെഡി? നമുക്ക് പോവാം. അപ്പോ കൂടുതൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി ആണെങ്കിൽ ഒന്ന് സെറ്റ് എന്ന് കമന്റ് ചെയ്തേ. എല്ലാവരും ഒന്ന് സെറ്റ് എന്ന് കമന്റ് ചെയ്തേ. യെസ്, സെറ്റ്. കുറെ ആളുകൾ നെയിം ഇന്നലെയും പറഞ്ഞിരുന്നു, ഇന്നും പറയുന്നുണ്ട്. എനിവേ, ഞാൻ നോക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നാ പിടിച്ചോ. ഉറപ്പായും ഒരു കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻ സാറ് പറഞ്ഞതാ. സോ നമ്മൾ കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യനിൽ നിന്നും ആൻസർ കണ്ടെത്താൻ ശ്രമിക്കണം, അല്ലെങ്കിൽ കണ്ടെത്താൻ പഠിക്കണം. ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. Just a raccoon stood at the edge of the forest and cried, "I don't want to go to school." He told his mother, "I want to stay home with you. I want to play with my friends." അല്ലേ? ചെസ്റ്റർ റാക്കൂണിന്റെ ഒരു കഥ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, കിസ്സിംഗ് ഹാൻഡിൽ. അതിൽ നമുക്കറിയാം ചെസ്റ്ററിന് എങ്ങോട്ട് പോകാൻ താല്പര്യമില്ല, ആദ്യം സ്കൂളിലോട്ട് പോകാൻ താല്പര്യമില്ല. "I don't want to go to school," he told to his mother. "I want to stay home with you." എനിക്ക് അമ്മയോടൊപ്പം ഇവിടെ നിൽക്കണം. "I want to play with my friends." എനിക്ക് എന്റെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കണം. "Ride my bike and read my books." എന്റെ ബൈക്ക് ഓടിക്കണം, അതോടൊപ്പം തന്നെ എന്റെ സൈക്കിൾ ഓടിക്കണം, എന്റെ പുസ്തകം വായിക്കണം. Mrs. Raccoon took Chester by the hand and stroked his ear. അല്ലേ? എന്ത് ചെയ്യുന്നിട്ടുണ്ട്? കൈകൊണ്ട് പിടിച്ചിട്ട് then sometimes we all have to do things we don't want to do. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, ചില സമയങ്ങളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യേണ്ടി വരും. She said gently, politely പറയുന്നുണ്ട്. "But you will love school once you go." നീ സ്കൂളിലേക്ക് പോവാൻ തുടങ്ങുമ്പോൾ നിനക്ക് എന്ത് ചെയ്യും? ഇഷ്ടപ്പെടുമെന്ന് പറയുന്നുണ്ട്. She opened Chester's left hand and pressed a warm kiss right in the palm. അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പാമിൽ ഒരു കിസ് ചെയ്യുന്നുണ്ട്. "Now wherever you feel lonely and need a little loving from home." അല്ലെ? വീട്ടിൽ നിന്ന് നിനക്കൊരു ലവ് ആലോചിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വീട്ടുകാരെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് just press your hand to your cheek. അല്ലെ? നിന്റെ കൈകൾ നിന്റെ കവിളിലേക്ക് വെക്കുക, നിനക്ക് ആസ്വാദകരമാകും. എനിവേ, why was Chester Raccoon crying? ഇനി നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് റാക്കൂൺ കരയുന്നത്? യെസ്, ഓക്കെ, കമന്റുകളൊക്കെ കാണുന്നുണ്ട്. എനിവേ,
നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ടോ. ഓൾറെഡി എല്ലാവരും എണീച്ചൊക്കെ റെഡി ആയി നിൽക്കുകയാവും, എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്ത് നിൽക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസറുകൾ കൂടി അവരിലേക്ക് എത്തിയാൽ കൂടുതൽ ചാൻസസ് ആണ് അല്ലെ, എക്സാം സിമ്പിൾ ആക്കാൻ വേണ്ടിയുള്ള ചാൻസസ്. നമ്മൾ ഒന്നും പാഴാക്കരുത്. എനിവേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. റെഡി? എ ഫ്രണ്ട് പറഞ്ഞിട്ടില്ലല്ലോ ചാപ്റ്റർ ഒക്കെ. എ ഫ്രണ്ട് അല്ലെ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. വൈ വാസ് ചെസ്റ്റർ റാക്കൂൺ ക്രൈയിങ്? എന്തുകൊണ്ടാണ് ആ ചെസ്റ്റർ റാക്കൂൺ ക്രൈ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് കരയുന്നത്? അന്ന് ആലോചിച്ച് നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 2 തിങ്സ് ചെസ്റ്റർ വാണ്ടഡ് ടു ഡു ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു സ്കൂൾ. സ്കൂളിലേക്ക് പോകുന്നതിന് പകരം അവൻ ഇത് ചെയ്യും എന്ന് പറയുന്നുണ്ട്. കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് വീട്ടിലാണ് നിൽക്കേണ്ടത്, ഐ വാണ്ട് ടു സ്റ്റേ അറ്റ് ഹോം, ദെൻ ഐ വാണ്ട് ടു ഡു ലോട്ട് ഓഫ് തിങ്സ് അവൻ പറയുന്നുണ്ട്. ദെൻ what secret did Mrs. Raccoon share with the Chester to help him feel loved at school? അല്ലെ, സ്കൂളില് ലവബിൾ ആയിട്ട് അതോടൊപ്പം തന്നെ സ്കൂളിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു സീക്രറ്റ് ആര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? മിസ്സിസ് റാക്കൂൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് അത് എന്നാണ് നിന്നോട് ചോദിച്ചത്, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ വാസ് ചെസ്റ്റർ റാക്കൂൺ ക്രൈയിങ്? എന്തുകൊണ്ടാണ് റാക്കൂൺ ക്രൈ ചെയ്യുന്നത് മക്കളെ? നിങ്ങൾ പറഞ്ഞേ. ബിക്കോസ് ഓഫ് വാട്ട്? എങ്ങനെ പറയാം നമുക്ക്? എന്തുകൊണ്ടാണ് റാക്കൂൺ ക്രൈ ചെയ്യുന്നതടാ? എന്തുകൊണ്ടാണ്? യെസ് വി നോ. Chester was crying because he didn't want to go to school and wanted to stay home with his mother. അല്ലെ, അവൻ എങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്നുണ്ട്. അല്ലെ, എനിക്ക് സ്കൂളിലോട്ട് പോകണ്ട, എനിക്ക് ആരോടൊപ്പം മാത്രം സമയം ചെലവഴിച്ചാൽ മതി? യെസ്, മദറിനോടൊപ്പം, അതോടൊപ്പം തന്നെ വീട്ടിൽ സമയം ചെലവഴിച്ചാൽ മതി. Then the second question എന്തായിരുന്നു? List 2 things Chester want to do instead of going to school. സ്കൂളിലേക്ക് പോകുന്നതിന് പകരം അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അവൻ പറഞ്ഞിരുന്നു? ക്യാരക്ടറിനെ കൃത്യമായി മനസ്സിലാക്കണം കേട്ടോ. എന്തൊക്കെ പറഞ്ഞിരുന്നവൻ? യെസ്, എനി 2 തിങ്സ് നമുക്ക് എഴുതാം. പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്, അല്ലെ, അവന്റെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കണമെന്നും. റൈഡ് ഹിസ് ബൈക്ക്, അല്ലെ, അവന്റെ ബൈക്ക് എന്ത് ചെയ്യണം? ഓടിക്കണമെന്നും. റീഡ് ഹിസ് ബുക്സ്, അല്ലെ, അവന്റെ പുസ്തകങ്ങൾ വായിക്കണമെന്നും ഒക്കെ അവൻ ആവശ്യപ്പെട്ടിരുന്നു. എനിവേ നമുക്ക് എഴുതിക്കൂടെ എങ്ങനെ? Then the next question എന്തായിരുന്നു? തേർഡ് വൺ, what secret did Mrs. Raccoon share with Chester to help him feel loved at school? അല്ലെ, സ്കൂളില് സ്കൂൾ ലവ് ചെയ്യുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ സ്കൂളിൽ എല്ലാവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നതിന് വേണ്ടിയിട്ട് അവൻ ആദ്യം ഒന്നും ഇഷ്ടമുണ്ടായി, സ്കൂളിലേക്ക് പോകാനേ അവന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ബട്ട് the mother gave a secret to him. What was the secret thing? She gave him a kissing hand. അല്ലെ, അവൻ എന്ത് നൽകുന്നുണ്ട്? ഒരു കിസ്സിംഗ് ഹാൻഡ് നൽകുന്നുണ്ട്. ഒരു കിസ്സിംഗ് ഹാൻഡ് നൽകുന്നുണ്ട്. That the secret that she gave to him. She kissed the palm of his left hand so that wherever he pressed it to his cheek, he would feel his mother's love. അല്ലെ, അതിലൂടെ അവൻ എന്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? അല്ലെ, അമ്മയുടെ, സ്വന്തം അമ്മയുടെ ലവ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെ, ഫ്രം ഹാൻഡ് ടു ഹേർ, അല്ലെ, കയ്യിൽ നിന്ന് എങ്ങോട്ട് ഹൃദയത്തിലേക്ക് അവന് ഇത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻസ് ആൻസർ. അപ്പോൾ ഏത് രീതിയിലുള്ള ഏത് കോംപ്രഹെൻസീവ് തിങ് നമ്മൾ ക്ലിയർ ചെയ്തു? മക്കൾ എന്ത് ചെയ്യണം? കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കൃത്യമായി അത് എന്ത് ചെയ്യുക? വായിക്കുക, കൃത്യമായി അത് അനലൈസ് ചെയ്യുക. റെഡി ആണോടാ? ഓക്കെ ആണോ? സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ സെക്കൻഡ് സ്റ്റാൻസ്. അങ്ങനെയെങ്കിൽ ഒരു പാസേജ് കൂടി തരികയാണ്. ഏതിൽ നിന്ന്? നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ള നമ്മുടെ The dot എന്നതിൽ നിന്നുള്ള പാസേജ് ആണ്. നോക്കാം നമുക്ക്. The dot Vashti sat glued to her chair. Her paper was blank. Her art teacher leaned over her blank paper. നമുക്കറിയാം അവളുടെ പേപ്പർ എന്തായിരുന്നു? ബ്ലാങ്ക് ആയിരുന്നു, അല്ലെ, അതിലൊന്നും കണ്ടിരുന്നില്ല, ഒന്നും ഇല്ല എന്ന് ടീച്ചർ ഓൾറെഡി പറഞ്ഞിരുന്നു, അല്ലെ. ആർട്ട് ക്ലാസ്സിൽ നമുക്കറിയാം വീക്കെൻഡുകളിലൊക്കെയാണ് ആർട്ട് ക്ലാസ് ഉണ്ടാവാറ്, വീക്കിലി ഒക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ. എനിവേ her paper was blank, അല്ലെ, അവളുടെ പേപ്പർ എന്തായിരുന്നു? ബ്ലാങ്ക് ആയിരുന്നു. Her art teacher leaned over a blank paper. അല്ലെ, അവളെ എന്ത് ചെയ്യുന്നുണ്ട്? എന്നിട്ട് കളിയാക്കുന്നുണ്ട്, അല്ലെ. ഒരു മഞ്ഞത്ത് നിൽക്കുന്ന ഒരു ധ്രുവക്കരടി അല്ലെങ്കിൽ മഞ്ഞ് കരടിയിലെ എന്ന് നമുക്ക് പറയാം. പിന്നെ സ്നോ സ്റ്റോമിൽ നിൽക്കുന്ന ഒരു ബിയർ, പോളാ ബിയറിനെ പോലെ ഉണ്ടല്ലോ നിന്റെ, അതായത് ഒന്നുമില്ല, ബ്ലാങ്ക് ആയിട്ടാണല്ലോ നിന്റെ പേപ്പർ ഉള്ളത്. എനിവേ ഷീ സെയ്ഡ് വെരി ഫണി, ഭയങ്കര തമാശ. സ്നേഹഡ് വഷ്ദി, I just can't draw, അല്ലെ, എനിക്കെന്താ വരയ്ക്കാൻ പറ്റില്ല എന്ന് അവൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. എനിവേ ഹെർ ടീച്ചർ സ്മൈൽ. ഇത് കേട്ടപ്പോൾ ടീച്ചർക്ക് എന്ത് വരുന്നു? ചിരി വരുന്നുണ്ട്, അല്ലെ, സ്മൈൽ ചെയ്യുന്നുണ്ട്. സ്മൈൽഡ്. ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ
വേർ ഇസ് ടേക്ക് യു അല്ലെ. നീ എന്തെങ്കിലും ഒരു മാർക്ക് അല്ലെങ്കിൽ നീ എന്തെങ്കിലും ഒരു അടയാളം എന്തിൽ ചെയ്യേ, യെസ് നിന്റെ ആ ഒരു പേജിൽ ചെയ്യുക, എന്നിട്ട് നീ നോക്കി എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന്. പക്ഷേ ഈ ഗ്രാബ്ഡ് എ മാർക്കർ, ഇത് ഏതായാലും പറഞ്ഞതല്ലേ, ടീച്ചർ പറഞ്ഞതല്ലേ, സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്. Shivasti grabbed a marker and gave the paper a good jab അല്ലെ. പേപ്പറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗുഡ് ജാബ് കൊടുക്കുന്നുണ്ട്. Then strong jab hit her, പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രോങ് ജാബ് കൊടുക്കുന്നുണ്ട്. Why was Vashti sitting glued to her chair? എന്തുകൊണ്ടാണ് വഷ്തി അവളുടെ ചെയറിൽ ഗ്ലൂഡ് ആയിരിക്കുന്നത്? എന്തുകൊണ്ടാ മക്കളെ, എന്തുകൊണ്ടാണ് അവൾ അവളുടെ ചെയറിൽ ഗ്ലൂഡ് ആയിട്ടിരിക്കുന്നു എന്ന് പറയുന്നത്? ബിക്കോസ് ഓഫ് വാട്ട്? എങ്ങനെ പറയാം നമുക്ക്, എന്തുകൊണ്ടാണ് അവൾ അവളുടെ ചെയറിൽ ഗ്ലൂഡ് ആയിട്ടിരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? Why was Vashti sitting glued to her chair? എങ്ങനെ പറയാം? Then the next question, what advice did the teacher give Vashti? വഷ്തിക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട് ടീച്ചർ. എന്ത് അഡ്വൈസ് ആണ്? സോ വി ക്യാൻ സീ 2 questions from this passage. പാസേജിൽ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ, വെറും 2 ക്വസ്റ്റ്യൻ ഉള്ളൂ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. Why was Vashti sitting glued to her chair? അവളുടെ ചെയറിൽ ഗ്ലൂഡ് ആയിട്ട് അല്ലെങ്കിൽ പശ ഒട്ടിച്ചതുപോലെ ഇരിക്കുന്നുണ്ട് അല്ലെ, അതായത് അനങ്ങുന്നില്ല എന്ന്. കാരണം എന്താ, നമുക്ക് എങ്ങനെ പറയാം? She was sitting glued to her chair because her paper was blank and she believed she could improve. അവളുടെ പേപ്പർ എന്തായിരുന്നടാ, ബ്ലാങ്ക് ആയിരുന്നു, അതോടൊപ്പം അവൾക്ക് ഒന്നും വരയ്ക്കാൻ പറ്റില്ല എന്ന് അവൾ എന്ത് ചെയ്തു, വിശ്വസിച്ചു. Because of that we can say like that. Then the next one, what advice did the teacher give Vashti? അല്ലെ, ടീച്ചർ വഷ്തിക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട് അല്ലെ, ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. എന്താണ് ആ ഉപദേശം എന്നാ ചോദിക്കുന്നത്? വാട്ട് വാസ് ദ അഡ്വൈസ് that the teacher gave Vashti? വഷ്തിക്ക് നൽകിയ അഡ്വൈസ് എന്താ? The teacher told Vashti, just make a mark. ആദ്യം നീ എന്ത് ചെയ്യേ, ഒന്ന് മാർക്ക് ചെയ്യേ, and see where it takes you. എന്നിട്ട് നീ നോക്ക് എങ്ങോട്ടാണ് നിന്നെ അത് കൊണ്ടുപോകുന്നത് എന്ന് നീ നോക്ക് എന്നാണ് അവളോട് പറയുന്നത്. എനിവേ, സെറ്റാണോ, റെഡിയാണോ? നമുക്കറിയാം ടീച്ചർ അവളെ എന്ത് ചെയ്യാണ്, എൻകറേജ് ചെയ്യാണ് അല്ലെ. തുടർന്ന് നമ്മൾ ഓൾറെഡി സ്റ്റോറി പാർട്ട് അറിയാം. Then teacher encouraged her and teacher just hang the dot into a frame അല്ലെ, ഒരു ഫ്രെയിം ആയിട്ട് അവൾ തൂക്കുന്നൊക്കെ ഉണ്ട് അല്ലെ, ടീച്ചർ തൂക്കുന്നൊക്കെ ഉണ്ട്. എനിവേ, നമുക്ക് ആ സ്റ്റോറി അറിയാം. Then the next one, അപ്പോ ഇനി അടുത്തതായി നിങ്ങളോട് വരുന്ന ഒരു ചോദ്യമാണ് ഏത്, match the following question. Anyway, match the word column A with the correct meaning of column B. കോളം ബിയുമായി കോളം എയുമായി വരുന്ന, കോളം എയും ബിയുമായിട്ട് എന്ത് ചെയ്യാം, യെസ്, കറക്റ്റ് ചെയ്തുകൊണ്ട് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോളം എയും ബിയും മക്കൾ കൃത്യമായി എന്ത് ചെയ്യണം, നോക്കിയിരിക്കണം. ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് ആദ്യം. സ്ട്രോക്ഡ്, എ കോളത്തിൽ എ, സ്ട്രോക്ഡ്. Then the next one, stared. Then the third one, gentle. Then കോളം ബിയിലെ 1 2 3 കൂടി നമുക്ക് നോക്കിയാലോ. നോക്കടാ, കോളം ബിയിലെ 1, looked intently or with fixed eye അല്ലെ, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഐ വെച്ച് അങ്ങനെ നോക്കി നിൽക്കുന്നതിനെയാണ് ഏതാണ് പറയുന്നത്, നിങ്ങൾ പറയണേ. Anyway, then the next one, rubbed or touched gently അല്ലെ, മൃദുവായിട്ട് അല്ലെങ്കിൽ പതുക്കെ എന്ത് ചെയ്യുന്നു, റബ്ബ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജെന്റലി അല്ലെ, മൃദുവായി ടച്ച് ചെയ്യുന്നു. Then the next one, showing kindness and tenderness അല്ലെ, എന്ത് ഷോ ചെയ്യുന്നു, കൈൻഡ്നെസ് ഷോ ചെയ്യുന്നു. അപ്പൊ ഏത് വേർഡുകളാ അവിടെ, 3 കോളം എയുമായി ബന്ധപ്പെട്ട് ഇത് എന്ത് ചെയ്യാ, പൂരിപ്പിക്കാനാണ്. മാച്ച് ദ ഫോളോയിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. 3 വേർഡുകൾ ഏതാ, സ്ട്രോക്ഡ്, ദെൻ സ്റ്റേഡ്, ജെന്റിൽ. എങ്ങനെ വരും, എങ്ങനെ നമുക്ക് എഴുതാം ഇത്, മക്കൾ പറഞ്ഞു, ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞു. എനിവേ, നോക്കട്ടെ, രാവിലെ എണീച്ചു വന്ന് ആ ഒരു യെസ് ബ്രെയിൻ ഒക്കെ ഒന്ന് വർക്ക് ചെയ്യട്ടെ. എനിവേ, ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. എ എന്നത് ഏതാണ് വരിക, 1 ആണോ 2 ആണോ 3 ആണോ, ഏതാണ് വരിക, പറഞ്ഞോളൂ. എ ബി സി 3 എണ്ണമുണ്ട്. അത് കോളം ബിയുമായി കമ്പയർ ചെയ്യും. 1 ആണോ 2 ആണോ 3 ആണോ വരിക, ഏതാ വരിക? യെസ്, എങ്ങനെ നമുക്ക് എഴുതാം, സ്ട്രോക്ഡ് എന്നത് എന്ത് വരും, റബ്ഡ് ഓർ ജെന്റ്ലി, ടച്ച്ഡ് ജെന്റ്ലി എന്നതാണ് വരിക അല്ലേടാ, അല്ലേ. ദെൻ സ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താടാ, കുറിച്ച് നോക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ തന്നെ എഴുതാം, ലുക്ക്ഡ് ഇന്റൻലി ഓർ വിത്ത്
ഫിക്സഡ് ആയില്ലേ, തുറിച്ച് ഇങ്ങനെ നോക്കുക, കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. നമുക്കറിയാം. യെസ് കമന്റ് ബോക്സ് ഫില്ല് ആയിട്ടുണ്ട്. എനിവേ നോക്കുന്നുണ്ട്. യെസ് കമന്റ് ബോക്സിലൊക്കെ എഴുതുന്നുണ്ട്. മക്കൾ ഒരുപാട് ആളുകൾ നെയിം ഇടുന്നുണ്ട്. സാറ് കാണുന്നുണ്ട്, മാധവ് സാർ കാണുന്നുണ്ട് ഇതൊക്കെ. എനിവേ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറുകൾ കൂടുതൽ ഡിസ്കസ് ചെയ്യണം അല്ലെ. എക്സാം ആയിസോ, എക്സാം കുറച്ച് മണിക്കൂർ കഴിഞ്ഞ എക്സാം അല്ലേടാ. അപ്പൊ നമ്മൾ അധികവും ക്വസ്റ്റ്യൻ ആൻസറുകൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ പേരും കാര്യങ്ങളൊക്കെ വിളിക്കാം. എനിവേ റെഡി, പോവാം നമുക്ക്. റെഡി. ജെന്റിൽ എന്ന് പറഞ്ഞാൽ എന്താടാ? യെസ് വി നോ, ഷോയിങ് കൈൻഡ്നെസ് ആൻഡ് ടെൻഡർനെസ് മീൻസ് ജെന്റിൽ. ജെന്റിൽ എന്ന് പറഞ്ഞാൽ ഷോയിങ് കൈൻഡ്നെസ് ആൻഡ് ടെൻഡർനെസ്. സെറ്റ് ആണോ? റെഡി ആണോ? അപ്പോ ഏത് നമ്മൾ ഫിനിഷ് ചെയ്തു? കോളം എ ടു ബി നമ്മൾ എന്ത് ചെയ്തു? ഫിനിഷ് ചെയ്തു. അപ്പൊ എ എന്നത് ഏതാ വരാം? സെക്കൻഡ് വൺ ആണ്. ബി എന്നത് ഫസ്റ്റ് വൺ ആണ്. ജെന്റിൽ എന്നത് ഏതാ? തേർഡ് വൺ ആണ്. ക്ലിയർ ആണല്ലോ? പെർഫെക്റ്റ് ആണല്ലോ? Then we just finished the match the following question also. Then ഇനിയാണ് മക്കളെ ഒരു ഓപ്പോസിഷൻ അല്ലെങ്കിൽ ആന്റണിം വേർഡ് നിങ്ങളോട് എഴുതാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് ഏതൊക്കെ? ഇവിടെ ഓൾറെഡി സാർ ഇവിടെ കൊടുക്കാൻ വിട്ടുപോയി. എനിവേ ഏതൊക്കെ വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡുകളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്? ബ്ലാങ്ക് എന്നതിന് ഓപ്പോസിറ്റ് ഏതാടാ വരിക? ബ്ലാങ്ക് ആണെങ്കിൽ ബ്ലാങ്ക് ആയി കിടക്കുന്നതിന് പകരം ഫിൽഡ് അല്ലെ, ഫില്ലായി നിൽക്കുന്നത്, ഓർ റിട്ടൺ, മാർക്ക്ഡ്, ഇതൊക്കെ വരും കേട്ടോ. ബ്ലാങ്ക് എന്നത് എന്തായി വരുമ്പോൾ? ഓപ്പോസിറ്റ് വേർഡ് ആയി വരുമ്പോൾ ഫിൽഡ്, റിട്ടൺ, മാർക്ക്ഡ് എന്ന രീതിയിൽ എഴുതുമല്ലോ മക്കള്. കൃത്യമായി ആലോചിക്കട്ടോ. Then the next one, warmth, ചെറിയ ചൂടുള്ള അതിനെ ഓപ്പോസിറ്റ് വേർഡ് ആയി എന്താ വരിക അപ്പോൾ? അല്ലെ, ചൂടിന് പകരം ചൂടിന്റെ എതിർവശം ഏതാ? യെസ്, കോൾനെസ് ഓർ ചിൽ. അപ്പൊ ഏതൊക്കെ ക്വസ്റ്റ്യൻ? ബ്ലാങ്കിനെ ഫിൽഡ്, റിട്ടൺ, മാർക്ക്ഡ് ആക്കി. ദെൻ വാംത്തിനെ കോൾനെസ്, ദെൻ ചിൽ ബേബി, ചിൽ അല്ലെ. ചില്ലായി നിൽക്കട്ടോ, ഒരു പേടിയും വേണ്ട, ചില്ലായി നിൽക്കുക. അടിപൊളിയായിട്ട് എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ. സമയക്രമം അടിസ്ഥാനപ്പെടുത്തി, അതായത് വെറുതെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ച് നിൽക്കരുത് കേട്ടോ മക്കൾ. എന്ത് ചെയ്യണം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ ആദ്യം എഴുതി പോവാ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ട് എന്ത് ചെയ്യുക? ആൻസർ എഴുതുക കേട്ടോ, മറന്നു പോകരുത്. എനിവേ ഒരുപാട് മക്കൾ വെറുതെ ആൻസർ അങ്ങ് എഴുതും, ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറന്നു പോകും. ക്വസ്റ്റ്യന്റെ നമ്പർ ഇടാൻ മറന്നു പോകും. എനിവേ പാർട്ട് 3 ആണ് നമ്മുടെ ഒരു ഗ്രാമർ 1 ആണ്, ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം കറക്റ്റ് പ്രിപ്പോസിഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഇന്ന്, ഓണ്, ടു, വിത്ത്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെയാണ്. ഏതൊക്കെയാണ് പ്രിപ്പോസിഷൻ നമുക്ക് തന്നത്? ഏതൊക്കെയാടാ? ഇന്ന്, ഓണ്, ടു, വിത്ത്. ഇതിനെ നമ്മൾ എങ്ങനെ ആക്കി മാറ്റണം? യെസ്, ഈ ഒരു നാലെണ്ണം നമുക്കത് വായിച്ചു നോക്കാം. ആദ്യം എങ്ങനെ എഡിറ്റ് ചെയ്ത് അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഏതൊക്കെ പ്രിപ്പോസിഷൻ എവിടെയൊക്കെ വരണം എന്ന് നോക്കാം നമുക്ക്. ദ ഫസ്റ്റ് വൺ, Chester played dash his friends in the forest. Chester played dash his friends in the forest. അവിടെ എങ്ങനെ വരും മക്കളെ? ഇങ്ങനെ വരും. Then ആലോചിച്ച് വെച്ചോളൂ. Then the next one, Mrs. Raccoon pressed a kiss dash Chester's palm. Then the next one, Vashti went dash her art class reluctantly. Okay, reluctantly. Then the last one, there was nothing written dash her notebook. അപ്പൊ ഏതൊക്കെ വേർഡുകൾ? ഇന്ന്, ഓണ്, ടു, വിത്ത്. അപ്പൊ നമുക്ക് ഏതൊക്കെ എങ്ങനെ എഴുതാം? Chester played with his friends in the forest. ഇവിടെയുള്ള ഫോറസ്റ്റിലെ ഫ്രണ്ട്സിനോടൊപ്പം ആര് കളിച്ചു? ചെസ്റ്റർ കളിച്ചു. Then the next one, Mrs. Raccoon pressed a kiss on Chester's palm. അല്ലേ, എവിടെ? പാം ഇല്ലേ? on Chester's palm എന്നാണ് വരിക. Then the next one, Vashti went. ഏതാ വരിക? ഏതാ ബാക്കിയുള്ളത്? ഇന്നാണോ ടു ആണോ? ഏതാടാ? ടു ഹെർ ആർട്ട് ക്ലാസ്. ഞാൻ കമന്റ് നോക്കാൻ വിട്ടുപോയല്ലോ. എനിവേ നിങ്ങൾ ഓൾറെഡി ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫില്ല് ചെയ്തിട്ടുണ്ട്.
I am really happy to see that. Okay. കമന്റ് ബോക്സിൽ സാർ ഇമ്പോർട്ടൻറ്റ്, യെസ് ഇമ്പോർട്ടൻറ്റ് വണ്ണുകളാണ് കേട്ടോ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്, കറക്റ്റ് പ്രിപ്പോസിഷൻ കണ്ടെത്താനാണ്. എനിവേ ഏത് നമ്മൾ 2 എന്ന് കണ്ടെത്തി. ദെൻ ദ ലാസ്റ്റ് വൺ ഏതായിരിക്കും? അപ്പോ വിത്ത് കഴിഞ്ഞു, ഇന്ന് കഴിഞ്ഞു, സോറി ഓണ് കഴിഞ്ഞു, 2 കഴിഞ്ഞു. അപ്പൊ ഇനി ലാസ്റ്റ് ഉള്ളത് ഏതാ? ഇന്ന്. There was nothing written in her notebook. നോട്ട്ബുക്കിൽ അവൾ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോ ഇൻ ഹെർ നോട്ട്ബുക്ക് എന്നതാണ് എന്തായി വരിക? ഉത്തരമായി വരും. ക്ലിയർ ആണോ? സെറ്റ് ആണോ? റെഡി ആണോ? ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ നമ്മൾ പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. Then the next one. അപ്പൊ പാർട്ട് സി കഴിഞ്ഞു. Then next one, combine the 2 short sentence into 1 full sentence. ഇവിടെ 2 ഷോർട്ട് സെന്റൻസുകൾ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അത് ഏതൊക്കെ വേർഡുകൾ യൂസ് ചെയ്ത് മീനിങ് ഫുൾ ആക്കി മാറ്റാനാണ് നിങ്ങളോട് പറഞ്ഞത്. ഏതൊക്കെ വേർഡുകളാടാ? നോക്കിക്കോളൂ. ആൻഡ് എന്നതും പിന്നെയോ ബട്ട് എന്ന്. ഏതൊക്കെ വേർഡുകളാണ്? ആൻഡ് എന്ന വേർഡും ബട്ട് എന്ന വേർഡും. ഈ 2 വേർഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞു? യെസ്, ഫില്ല് ചെയ്യാൻ പറഞ്ഞു അല്ലെ. മീനിങ് ഫുൾ സെന്റൻസ് ആക്കി മാറ്റിയെടുക്കാൻ പറഞ്ഞു. അപ്പൊ എ ഒന്ന് വായിച്ചു നോക്കാം. Chester was afraid to go to school. Full stop. He went anyway because of his mother's love. Okay, so A കഴിഞ്ഞു. Then the B one. Vashti took a marker. Full stop. She made a bold dot on the paper. Okay, അപ്പൊ ഏതൊക്കെ വേർഡുകൾ ഉണ്ട്? യെസ്, ആൻഡ് എന്നതുണ്ട്, ദെൻ ബട്ട് എന്നതുണ്ട്. ഈ രണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മാറ്റിയെടുക്കേണ്ടത് നോക്കാം നമുക്ക്. Chester was afraid to go to school. എന്നിട്ട് go to school, but പിന്നെ എന്താണ് ഇവിടെ എഴുതേണ്ടത്? go to school but അല്ലേ, ഇവിടെ ഫുൾ സ്റ്റോപ്പ് വേണ്ട. but സ്കൂൾ കോമ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? കോമ ഇടണം കേട്ടോ. കോമ but he went anyway because of his mother's love. അങ്ങനെയെങ്കിൽ സെക്കൻഡ് വൺ എങ്ങനെയാ വരികടാ? യെസ്, ആൻഡ് എവിടെയാ നമ്മൾ ഇടുന്നത്? മാർക്കർ ആൻഡ് അല്ലെ. അപ്പൊ നമുക്കറിയാം വഷ്തി ടുക്ക് എ മാർക്കർ, ഫുൾ സ്റ്റോപ്പ് ആയിരുന്നു. ബട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? ആൻഡ് യൂസ് ചെയ്തു. വഷ്തി ടുക്ക് എ മാർക്കർ ആൻഡ് മേഡ് എ ബോൾഡ് ഡോട്ട് ഓൺ ദ പേപ്പർ. പേപ്പറിൽ എന്ത് ചെയ്തു? ഒരു ബോൾഡ് ഡോട്ട് ഇട്ടു. ക്ലിയർ ആണല്ലോ. അപ്പൊ ബട്ടും ആൻഡും എന്നത് നമ്മളെ സെന്റൻസുകൾ എന്ത് ചെയ്യുന്നതിന്, ആ മീനിങ് ഫുൾ ആക്കി മാറ്റുന്നതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു 2 സെന്റൻസുകൾ, ഷോർട്ട് സെന്റൻസുകളെ ഇത് കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ വേർഡുകൾ ഉപയോഗിക്കാം? ബട്ട് എന്നതും ആൻഡ് എന്നതും ഉപയോഗിക്കാം. ക്ലിയർ ആണോ? റെഡി ആണോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? പവർ ആണോ? പവർഫുൾ ആണോ? ഓക്കെ, റെഡി. വെൽ ഡൺ മക്കളെ, വെൽ ഡൺ. ദെൻ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു ക്രിയേറ്റീവ് വൺ ആണ്. ഇമാജിൻ യു ആർ ചെസ്റ്റർ റാക്കൂൺ. ഇനി നിങ്ങളോട് പറയാണ്, നിങ്ങളാണ് ചെസ്റ്റർ റാക്കൂൺ എന്ന് കരുതുക. ഞാൻ ഇന്നലെ നമ്മൾ ലൈവിൽ പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞതാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ. ഒരു ഡയറി എൻട്രി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞതാ, പ്രഡിക്ഷൻ ഒക്കെ ഞാൻ പറഞ്ഞതാ. എനിവേ, റൈറ്റ് എ ഷോർട്ട് ഡയറി അബൌട്ട് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. സ്കൂളിലെ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂളിൽ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ. ആർക്കുണ്ടായത്? റാക്കൂൺ ഉണ്ടായിട്ടോ. ഇമാജിൻ യു ആർ ചെസ്റ്റർ റാക്കൂൺ, നിങ്ങളാണ് ചെസ്റ്റർ റാക്കൂൺ എന്ന് കരുതുക. റൈറ്റ് എ ഷോർട്ട് ഡയറി എൻട്രി അബൌട്ട് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. അല്ലെ, നിങ്ങളുടെ ഫസ്റ്റ് ഡേ, സ്കൂളിലെ ഫസ്റ്റ് ഡേ നിങ്ങളുടേത് എങ്ങനെയായിരുന്നു എന്ന് എഴുതുക. ആഫ്റ്റർ റിസീവിംഗ് ദ കിസ്സിംഗ് ഹാൻഡ് ഫ്രം യുവർ മദർ. അല്ലെ, നിങ്ങളുടെ മദറിൽ നിന്നും നിങ്ങൾക്ക് കിസ്സിംഗ് ഹാൻഡ് ലഭിച്ചു. അല്ലെ, നിങ്ങളാണ് റാക്കൂൺ. അപ്പൊ ഏത് രീതിയിലായിരിക്കും നിങ്ങളുടെ കോൺവെർസേഷൻ ഉണ്ടാവുക എന്നാണ്, സോറി ഡയറി എൻട്രി ഉണ്ടാവുക എന്നതാണ് എഴുതാനുള്ളത്. സോ ഡയറി എൻട്രി എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സാറ് പറഞ്ഞിരുന്നു മുകളിൽ എന്ത് എഴുതണം? ഡയറി എൻട്രി എഴുതാം കേട്ടോ. ഡയറി എന്ന് എഴുതാം. ഡിയർ ഡയറി. ഇത് വേണ്ടേ? ഇത് വിട്ടു. ദെൻ മൺഡേ അല്ലെ, ദിവസം ഏതാണോ, ദെൻ ഡേറ്റ് ഏതാണോ, മന്ത് ഏതാണോ, ദെൻ ടൈം വേണമെന്നില്ല. എനിവേ അവിടെ നിൽക്കട്ടെ. ടുഡേ വാസ് മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഇന്നത്തെ ദിവസം അല്ലെ, ഇന്ന് സ്കൂളിലെ ആദ്യത്തെ ദിവസമായിരുന്നു. നമുക്ക് പറഞ്ഞൂടെ, അറ്റ് ഫസ്റ്റ് ഡേ ഐ വാസ് വെരി സ്കേർഡ് ആൻഡ് വാണ്ടഡ് ടു സ്റ്റേ ഹോം വിത്ത് മമ്മി. അല്ലെ, എനിക്ക് എന്താണ്, ആദ്യത്തെ ദിവസമാണ്, ബട്ട് എനിക്ക് അമ്മയോടൊപ്പം നിൽക്കണമായിരുന്നു. സ്റ്റേ ഹോം വിത്ത് മമ്മി. ബട്ട് ബിഫോർ ഐ ലെഫ്റ്റ്, പക്ഷെ ഞാൻ പോകുന്നതിന് മുന്നേ, മമ്മി ഗീവ് മീ എ വണ്ടർഫുൾ ഗിഫ്റ്റ്. അമ്മ എനിക്ക് എന്തെന്നു? ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് തന്നു. എന്താണ് ആ ഗിഫ്റ്റ്? വി ഓൾറെഡി നോ,
ദ കിസ്സിംഗ് ഹാൻഡ് അല്ലെ, കിസ്സിംഗ് ഹാൻഡ് എന്നതായിരുന്നു തന്ന ഗിഫ്റ്റ് അല്ലെ, കിസ്സിംഗ് ഹാൻഡ് എന്നതായിരുന്നു ഗിഫ്റ്റ്. വേർ എവർ ഐ ഫെൽറ്റ് ലോൺലി അല്ലെ, എപ്പോഴാണോ ഞാൻ ഒറ്റപ്പെടുന്നതായി തോന്നുന്നത്, whenever I felt lonely, എപ്പോഴാണോ ഞാൻ ഒറ്റയ്ക്കായി തോന്നുന്നത്, or afraid in the class അല്ലെ, ക്ലാസ്സിൽ ഞാൻ afraid ആകുന്ന സമയങ്ങളിൽ, I pressed my left palm, ഞാൻ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് പാം പ്രസ് ചെയ്യുന്നു, to my cheek and felt her warm love, right, അപ്പോൾ തന്നെ ഒരു warm love എനിക്ക് എന്ത് ചെയ്യുന്നു, ലഭിക്കുന്നു. സ്കൂൾ turned out to be so much fun, സ്കൂൾ എന്തായി മാറുന്നു, so much fun ആയി മാറുന്നു. then I made new friends, ഞാൻ പുതിയ ഫ്രണ്ട്സിനെ, കൂട്ടുകാരെ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്തു, യെസ്, എനിക്ക് പുതിയ കൂട്ടുകാരെ കിട്ടി. I played games, ഞാൻ ഒരുപാട് ഗെയിമുകൾ കളിച്ചു. and read wonderful story books, ഒരുപാട് സ്റ്റോറി ബുക്കുകൾ ഞാൻ വായിച്ചു. I am not afraid anymore, ഞാൻ ഇനി ഒരു തരത്തിലുള്ള പേടി എനിക്കില്ല. ജെസ്റ്റർ എന്ന രീതിയിൽ നമുക്ക് എന്ത് എഴുതി തയ്യാറാക്കാൻ പറ്റും, ഡയറി എൻട്രി എഴുതി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ജെസ്റ്ററിന്റെ ഡയറിയിലെ, അപ്പോൾ ജെസ്റ്റർ റാക്കൂണിന്റെ ഡയറി നിർബന്ധമായി മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്, A+ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണോ? ഇതിനാണ് സാർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? സോ ദിസ് ഈസ് ദ വൺ ഓഫ് ദ, അതിലൊന്നാണിത്. എനിവേ നമ്മൾ വീണ്ടും പറയാണ്, സാറ് പറഞ്ഞതാണ് ഓൾറെഡി, 2299 എന്ന ഓഫർ പ്രൈസിൽ മക്കൾക്ക് എന്ത് ലഭിക്കും, ഇപ്പോൾ തന്നെ ഈ ഒരു കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഓണം ഓഫർ പ്രൈസിൽ മക്കൾക്ക് എന്ത് ലഭിക്കും, നമ്മുടെ ആപ്പ് പർച്ചേസ് ചെയ്യാം. ക്ലാസ് 5ന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സൂം സെഷനുകളും റിവിഷനുകളും, ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ട് അതിന്റെ റിവിഷനും അതിന്റെ PYQസും അതോടൊപ്പം യൂണിറ്റ് ടെസ്റ്റും ദെൻ ചാപ്റ്റർ വൈസ് റിവിഷനും അതോടൊപ്പം തന്നെ എല്ലാതും നമ്മൾ കഴിഞ്ഞിട്ടാണ് ഓരോ എഡ്യൂപോർട്ട് ആപ്പ് സ്റ്റുഡൻസും ഈ ലൈവിലേക്ക് അല്ലെങ്കിൽ പരീക്ഷയിലേക്ക് പോകുന്നത്. മക്കൾസിന് ഇപ്പൊ ഈ കാണുന്ന ലൈവ് സെഷൻ മാത്രമല്ലേ ലഭിക്കുന്നുള്ളൂ, ബട്ട് കൂടുതൽ നോട്ടുകൾ, കൂടുതൽ PDFകൾ, കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്ക് എവിടെ ലഭിക്കുമെടാ? ജസ്റ്റ് നമ്മുടെ ആപ്പിൽ ലഭിക്കും കേട്ടോ. മക്കൾ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു ലൈവിൽ ഇത്ര കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ ആപ്പിൽ എത്ര ലഭിക്കുന്നുണ്ടാവും? ഇതിന്റെ ഇരട്ടിയാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ആപ്പിലുള്ള മക്കൾസിന് അറിയുന്നുണ്ടാവും അല്ലേടാ, അല്ലേ? പോയിന്റ് ഓഫ് യുവർ പോയിന്റിൽ എന്തുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. മക്കൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. 2299 ഓഫർ പ്രൈസിൽ, ഓണം ഓഫർ പ്രൈസിൽ മക്കൾസിന് ഇപ്പൊ പർച്ചേസ് ചെയ്യാം. പാരന്റ്സിനോട് ഒന്ന് ജസ്റ്റ് റിമൈൻഡ് ചെയ്തിടാം. എനിവേ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ദെൻ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ കാര്യം സാറ് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ എല്ലാ രീതിയിലുള്ള വീഡിയോസിന്റെയും ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേറെ മെസ്സേജസ് ഒന്നും വരൂലടാ. ഏത് മാത്രം അഡ്മിൻ ഓൺലി ഗ്രൂപ്പാണ്. സോ ഓണം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഭാവിയിൽ അത് ഓണം കഴിഞ്ഞ് നമ്മുടെ ക്രിസ്മസ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ആദ്യം തന്നെ മെറ്റീരിയൽസ് ഒക്കെ കിട്ടണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ഇപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യല്ലോ. ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. എനിവേ ഒരുപാട് കമന്റുകൾ ഉണ്ട്. സാർ ഇതൊക്കെ കാണുന്നുണ്ട്. എനിവേ ഞാൻ വീണ്ടും പറയാണ്, സാറ് കമന്റുകളൊക്കെ കാണുന്നുണ്ട്. രാവിലെ എണീച്ച് വന്നതാണ്, മക്കള് വന്നതാണ്, പല്ല് ചേച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചാപ്റ്റർ വൈസ് ബുക്ക്, ആക്ടിവിറ്റീസിന്റെ ഒക്കെ ബുക്ക് മുന്നിലുണ്ട്. സാറിന് ഇതൊക്കെ അറിയാം. എനിവേ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഇതിനെ ബേസ് ചെയ്തും ഒരുപാട് ക്വസ്റ്റ്യനുകൾ നോക്കാം. റീഡ് ദ പോയം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. പോയം വായിച്ചു നോക്കുക, ആൻസർ ദ ക്വസ്റ്റ്യൻ. നമുക്ക് ആ പോയം വായിച്ചു നോക്കാം. എ ഡേ അറ്റ് ദ പാർക്ക് വി റേസ് അവർ ബാഗ്സ് ഡൗൺ gravel paths and splash in puddles after rains. We built tall castle in the sandbox and watch the passing distant trains. We share our snacks and trade our treats with giant smiles upon our face. No matter where we choose to wander, the park is our most favorite place. Okay, അപ്പോൾ ഈ ഒരു എ ഡേ അറ്റ് ദ പാർക്ക് എന്ന രീതിയിലൊരു സ്മോൾ പോയമാണ് കൊടുത്തിരിക്കുന്നത്. എനിവേ, വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഡു ദ സ്പീക്കർ ആൻഡ് ദെയർ ഫ്രണ്ട്സ് എൻജോയ് ഡൂയിങ് ദ ടുഗദർ? അവർ ഒന്നിച്ച് നിൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവർ എൻജോയ് ചെയ്യുന്നത്? ഓപ്ഷൻ എ
ബേക്കിംഗ് കേക്ക്സ് ആൻഡ് വാഷിംഗ് ഡിഷസ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, കോംപ്രഹെൻസീവ് 1 തന്നാൽ ഒന്നെങ്കിൽ നമ്മുടെ പോയം ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പാരഗ്രാഫ് ആയിരിക്കും, പാസേജ് ആയിരിക്കും. ഇനി ഇവ രണ്ടും കൃത്യമായ 1-2 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. Then you can answer the question answers from that question answers really quickly and wonderfully. Ready? Then question എന്താ? What kind of activities do the speaker and their friends enjoy doing together? ഒന്നിച്ച് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ജോബ് എന്താണെന്ന് ഇവിടെ പറയുന്നത് ബേക്കിംഗ് കേക്ക്സ് ആൻഡ് വാഷിംഗ് ഡിഷസ്, റൈഡിംഗ് ബൈക്സ് ആൻഡ് ബിൽഡിംഗ് സാൻഡ് കാസിൽസ്, ഫ്ലൈയിങ് കൈറ്റ് ആൻഡ് റീഡിംഗ് ക്വയറ്റ്ലി, ഡൂയിങ് ഹോംവർക്ക് ആൻഡ് സ്ലീപ്പിംഗ്. ഇതിൽ എന്താ പറയുന്നതടാ? എന്താണ് ആൻസർ ആയി വരുന്നത്? യെസ് വി നോ ദ B1 റൈഡിംഗ് ബൈക്സ് ആൻഡ് ബിൽഡിംഗ് സാൻഡ് കാസിൽ. കണ്ടോ? റൈഡിംഗ് ബൈക്സ് ആൻഡ് ബിൽഡിംഗ് സാൻഡ് കാസിൽ. ബൈക്കുകൾ റൈഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ സാൻഡ് കാസിൽ ബിൽഡ് ചെയ്യാനും. റെഡി ആണല്ലോ? രണ്ടും നമ്മൾ കണ്ടെത്തി. ദെൻ അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. ബി ക്വസ്റ്റ്യൻ. What does the line with giant smile upon our face tell us about our friends? അല്ലെ, നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, വിത്ത് ജയന്റ് സ്മൈൽ അപ്പോൺ അവർ ഫേസ്. അല്ലെ, നല്ല രീതിയിലുള്ള സന്തോഷം നമ്മുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഉണ്ടാവും. അപ്പൊ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A1, they are feeling unhappy or bored. Second one, it describes with clothes they are wearing. C, it shows that they are having a wonderful time together. And the last one, it tells us about the weather at the park. ഇത് നമ്മുടെ പാർക്കിലെ എന്തിനെ കുറിച്ച്? വെദറിനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനെ കുറിച്ചാ? ക്ലിയർ ആയിക്കേ മക്കൾ? ഒന്നുകൂടി വായിച്ചു നോക്കി. എന്തിനെ കുറിച്ചാ പറയുന്നത്? ഇതാ നമ്മുടെ പാരഗ്രാഫ്. നോക്കട്ടെ. എനിവേ, റെഡി? ക്ലിയർ ആയോ? ഓക്കെ ആയോ? യെസ്, കമന്റുകൾ. ആ സാറ് കുറച്ച് വെള്ളം കുടിച്ചടാ. ഓക്കെ അല്ലേ? യെസ്, കിട്ടി. ആൻസർ കിട്ടിയില്ലേ? ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എന്തുകൊണ്ടാണ് with giant smile upon our face tell us about the friends. എന്താടാ? C1 ഏതാ? it shows that they are having wonderful time together. അല്ലെ, അവർ ഒത്തുചേർന്ന് നല്ലൊരു സമയമാണ് ഇവിടെ ചെലവഴിക്കുന്നത്. യെസ്, അവരവിടെ ചെലവഴിക്കുന്നത് എന്നാണ് അതിന്റെ ആൻസർ ആയി വരിക. അപ്പൊ എനിവേ സെറ്റ് അല്ലേ? അപ്പൊ ബി ക്വസ്റ്റ്യനും ഷുവർ ആയി നിങ്ങൾക്ക് അല്ലെ? ഒരു പാരഗ്രാഫ് നമ്മൾ വായിക്കുക അല്ലെങ്കിൽ ഒരു പോയിന്റ് നമ്മൾ വായിച്ച് സുഖമായിട്ട് നമുക്ക് എന്ത് കിട്ടും? യെസ്, ആൻസേഴ്സ് കിട്ടും. ദെൻ ദ നെക്സ്റ്റ് വൺ, what is the main feeling expressed throughout this poem? ഈ ഒരു പോയത്തിൽ ഒന്നടങ്കം ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ സാഡ്നെസ്, നെക്സ്റ്റ് വൺ ആംഗർ, നെക്സ്റ്റ് വൺ ഹാപ്പിനെസ്, ലാസ്റ്റ് വൺ ഫിയർ. സങ്കടം, ദേഷ്യം, സന്തോഷം, ദെൻ പേടി. ഏതാടാ? ഏത് എക്സ്പ്രഷൻ ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്? എന്താണ്? എന്ത് ഫീലിംഗ് ആണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്? വിച്ച് വൺ? ഏതാണ്? നിങ്ങൾ പറഞ്ഞോളൂ. ഏതാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? യെസ്, ദാറ്റ്സ് ദ C1 ഹാപ്പിനെസ്. അല്ലെ, സന്തോഷത്തെയാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. സെറ്റ് ആണല്ലോ അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. Fourth question. The friends in the poem love going to park. Write about one of your favorite places to go with your friends and what do you like to do. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമാണ്. അതോടൊപ്പം ഫേവറേറ്റ് പ്ലേസുകളുണ്ട്. ഗോ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് വാട്ട് യു ലൈക്ക് ടു ഡു. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം നിങ്ങൾ ഒരു യാത്ര പോയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ എന്ന് പറഞ്ഞേ. യെസ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സുമായി നിങ്ങൾ പോകുമ്പോൾ? യെസ്, നിങ്ങൾ ഓൾറെഡി യു വിൽ പ്ലേ ഫുട്ബോൾ. ഈ ഫുട്ബോൾ കളിക്കുന്നവരുണ്ടാവും. ദെൻ യു വിൽ പ്ലേ ടെന്നീസ് കളിക്കുന്നവരുണ്ടാവും. എനിവേ, നമുക്ക് എങ്ങനെ എഴുതാം? മൈ ഫേവറേറ്റ് പ്ലേസ് ടു ഗോ വിത്ത് മൈ ഫ്രണ്ട്സ് ഈസ് സ്കൂൾ പ്ലേ ഗ്രൗണ്ട്. അല്ലെ, സ്കൂൾ പ്ലേ ഗ്രൗണ്ടിലേക്ക്. അതായത് ആ PT പീരീഡ് ഒക്കെ ലഭിക്കുമ്പോൾ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ അവരൊക്കെ ലഭിക്കുമ്പോൾ നിങ്ങൾ അത് മണ്ടാവും അല്ലെ? ക്ലാസ്സിൽ നിന്ന് ആണോ? അല്ലല്ലോ, വരിക്കല്ലേ ഇറങ്ങി പോകുന്നത്. എനിവേ, ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഹാപ്പിനെസ് സാറിന് അറിയാം. യെസ്, സ്കൂൾ പ്ലേ ഗ്രൗണ്ട്. വി ലവ് പ്ലേയിങ് ഫുട്ബോൾ
ടുഗദർ ഡ്യൂറിങ് ദ റിസസ് ബ്രേക്ക് അല്ലേ. ആ ബ്രേക്ക് കറക്റ്റ് സമയത്തുള്ള ബ്രേക്കുകളിൽ എന്ത് കളിക്കാൻ പോകുന്നതൊക്കെ ആണ് എനിക്കിഷ്ടം എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് മക്കൾസിനെ എഴുതാൻ പറ്റും. റെഡി ആണല്ലോ. നെക്സ്റ്റ് വൺ സാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു എന്ത് ക്വസ്റ്റ്യൻ ആണ്, എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, നമുക്ക് എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ എഡിറ്റിംഗ് എന്തൊക്കെ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ സാർ ഇന്നലെ പറഞ്ഞതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊക്കെ ഇവിടെയും നോക്കണം. Read the editing and following passages. Last Sunday, my brother buy a new book from the shop. He read it all afternoon. The story are about the brave astronaut. I asked him if I can borrow it and he happily gave it on me. അപ്പോ ABCDE അല്ലേ, എത്ര 4-5ഓളം എഡിറ്റിങ്ങുകളാണ് എന്തിൽ നടത്താനുള്ളത്, ഈ ഒരു ജസ്റ്റ് 2-3 ലൈനിന്റെ പാസേജിൽ അല്ലെങ്കിൽ ഒരു നടത്താനുള്ളത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് വൺ എ എന്നത് ബൈ എന്നാണോ വരിക? ഈസ് ഇറ്റ് ബൈ എന്നാണോ വരിക? നിങ്ങൾ പറഞ്ഞേ. മൈ ബ്രദർ ബൈ എ ന്യൂ ബുക്ക് ആണോ? അല്ല, ഒരിക്കലുമല്ല. ബൈ അല്ല, അത് എന്താക്കി മാറ്റണം? എന്തായി മാറും? ബ്രൗട്ട് എന്നായി മാറും. ബൗട്ട് എന്നായി മാറും. ബ്രൗട്ട് അല്ല, ബൗട്ട് എന്നമാറും. എന്തുകൊണ്ടാ? ചേഞ്ച് ദ പ്രസന്റ് ടെൻസ്. ബൈ എന്ന പ്രസന്റ് ടെൻസിനെ എങ്ങോട്ട് മാറ്റി? ബ്രോഡ് ബിക്കോസ് ഓഫ് ദ ആക്ഷൻ ലാസ്റ്റ് ഡേ. നമ്മൾ വായിച്ചതാണ് എന്ത്? ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അല്ലേടാ. ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആക്ഷൻ എന്തായി മാറി? യെസ്, ബിക്കോസ് ദ ആക്ഷൻ ഹാപ്പൻ, ഓൾറെഡി ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞതാണത് അല്ലേ. ടു ദ പാസ്റ്റ്, പാസ്റ്റിലേക്ക് കഴിഞ്ഞതിലേക്ക് ആയി മാറി. സോ പ്രസന്റ് ടെൻസിൽ നിന്നും എന്തിലേക്ക് മാറി? പാസ്റ്റ് ടെൻസിലേക്ക് മാറി. സോ ബൗട്ട് എന്നാ മാറി. Then the second one read എന്നാണ്. ഇവിടെയും ഇത് തന്നെയാണ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് ടെൻസിലേക്ക് ആയി മാറി. അപ്പൊ എന്തായി മാറും? റെഡ് എന്നായി മാറും. ഓക്കെ, സോറി, റീഡ് എന്നത് റെഡ് എന്നായി മാറും. റെഡി ആണല്ലോ. നെക്സ്റ്റ് വൺ the story എന്താ ഇവിടെ വരണ്ടേ? are about the brave. ആറാണോ? അല്ല, was about. ആറല്ല, ആറിന് പകരം എന്താണ് വരിക? was ആണ് വരിക. ആറിന് പകരം was ആണ് വരിക. അപ്പൊ ഇവിടെ എന്താവണം? the story was about a brave astronaut കുറിച്ചാണ് ആ സ്റ്റോറി. Then the next one, I asked him if I can borrow. if I can borrow എന്നാണ് വരിക. no, if I can അല്ല, I could borrow. if I could borrow എന്നാക്കണം അല്ലെ. can എന്നതല്ല, could എന്നാക്കി മാറ്റണം. the last one ഈ എന്താണ്? and he happily gave it on me ആണോ അവിടെ വരിക? to me, എനിക്ക് തന്നു. on me അല്ല, so to me, to എന്നാക്കി മാറ്റണം. റെഡി? അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എനിവേ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് കൂടുതൽ നമ്മൾ ഇന്നലെയും ചെയ്തതാണ്. എനിവേ കൂടുതൽ എഡിറ്റിംഗ് ക്വസ്റ്റ്യനുകൾ വേണമെങ്കിൽ മക്കള് ഇന്നലത്തെ രാത്രി നമ്മൾ ഓരോ ചാപ്റ്ററുകളും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് മക്കളെ ഇപ്പോഴും സ്റ്റോറി കൃത്യമായി അറിയാത്തവർ ഇതിലുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? നമ്മുടെ മോർണിംഗ് അല്ല, ഈവനിങ് സെഷനിലെ ഇന്നലത്തെ രാത്രിയിലുള്ള ഈവനിങ് സെഷൻ, അതിലും സാറ് കൃത്യമായി നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും സമ്മറി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടക്കം തന്നെ സമ്മറി. അപ്പൊ എല്ലാവരും ആ സമ്മറി അറിയാത്തവർ എന്ത് ചെയ്യുക? പാഠഭാഗം കൃത്യമായി അറിയാത്തവർ അതൊന്ന് കണ്ടിട്ട് ആക്ടിവിറ്റീസും കൂടി ഒന്ന് കാണാം. റെഡി ആണോ? ദെൻ പ്രഡിക്ഷൻ വീഡിയോ അവിടെ കിടക്കുന്നുണ്ട്. എനിവേ നിങ്ങൾ അതും കണ്ടിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? റെഡി? അപ്പോ ബിക്കോസ് യു ഗേവ് സംതിങ് ടു someone, then because of to എന്നാക്കി മാറ്റണം. ഓൺ എന്നല്ല, to എന്നാണ് വരിക. സോ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ നമ്മൾ മെയിൻലി കഴിഞ്ഞു. സോ വി ആർ മൂവിങ് ടു ദ ഒരു തോട്ടിന്റെ ക്വസ്റ്റ്യൻ ആണ്. അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ്. ചെസ്റ്റർ കുഡ് നോട്ട് സ്ലീപ് ദാറ്റ് നൈറ്റ്. ഓക്കെ, തോട്ടാണ്, ഒരു തോട്ട് ക്വസ്റ്റ്യൻ ആണ്. റെഡി ആണല്ലോ? എവിടെയടാ? യെസ്, ആ കമന്റ് ബോക്സ് ഇപ്പോഴും ശോകമാണല്ലോ. ഒരുപാട് പേരുകൾ കമന്റ് ചെയ്തിട്ടില്ല. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ദെൻ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എപ്പോഴും മോർണിംഗ് ആയി, തീരെ വൈകിട്ടില്ല. മക്കളെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മളെ കമന്റ് ബോക്സിൽ സെറ്റ് എന്ന് കമന്റ് ചെയ്യുക.
റെഡി സെറ്റ് എന്ന് കമന്റ് ചെയ്യുക. റെഡി then Cheshire could not sleep at night. അല്ലേ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. Tomorrow is my first day to school, he thought. അല്ലേ അവൻ വിചാരിക്കുന്നു നാളെ എന്റെ ആദ്യത്തെ ദിവസമാണ് സ്കൂളിൽ. He felt lazy. Cheshire was worried and upset. He wanted to stay home and play with his friends. അല്ലേ അവന്റെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കണമായിരുന്നു. അവന്റെ വീട്ടിൽ നിൽക്കണമായിരുന്നു. അപ്പൊ അവന്റെ മനസ്സിൽ ഒരുപാട് എന്ത് വരും, ചിന്തകൾ അല്ലെങ്കിൽ തോട്ടുകൾ വരും. അല്ലെ തോട്ടുകൾ വരും. അപ്പൊ നമുക്ക് ഏത് രീതിയിൽ തോട്ട് ഓഫ് ആരുടേതടാ ചെസ്റ്ററിന്റെ തോട്ടുകളാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഡസ് ചെസ്റ്റർ ലൈക്ക് ടു ഗോ ടു സ്കൂൾ? നിങ്ങളോട് ചോദിക്കുകയാണ്, ചെസ്റ്ററിന് സ്കൂളിലോട്ട് പോവാൻ ഇഷ്ടമാണോ? ആണോ? ഈസ് ഇറ്റ്? നോ, അല്ല, ഒരിക്കലും അല്ല. ദെൻ നെക്സ്റ്റ് വൺ, വിൽ ഹി മിസ് ഹിസ് ഹോം? അവന്റെ ഹോം മിസ് ചെയ്യോ? യെസ്, നമുക്കറിയാം, ഹി വിൽ മിസ് ഹിസ് ഹോം. ദെൻ ദ നെക്സ്റ്റ് വൺ, വാട്ട് വിൽ ഹി തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്സ് ഇൻ ദ ഫോറസ്റ്റ്? ഫോറസ്റ്റിലെ ഫ്രണ്ട്സിനെ കുറിച്ച് അവൻ എന്താണ് ആലോചിക്കുന്നുണ്ടാവുക? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവൻ ചിന്തിക്കുന്നുണ്ടാവുക? ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് തയ്യാറാക്കാൻ പറ്റും? തോട്ട് തയ്യാറാക്കാൻ പറ്റും. സെറ്റ് ആണല്ലോ? റെഡി? ഓക്കെ. അപ്പൊ നമ്മൾ ഏതിനെ കുറിച്ച്? യെസ്, നമ്മുടെ റാക്കൂണിന്റെ അല്ലെങ്കിൽ ചെസ്റ്റർ റാക്കൂണിന്റെ തോട്ടാണ് നമ്മൾ ക്ലാരിഫൈ ചെയ്തത്. റെഡി? അപ്പൊ എല്ലാവരും അടിപൊളിയായ സെഷനുകൾ കൊണ്ടുപോകുന്നുണ്ട്. യെസ്, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. വെരി വെൽ ഡൺ. ഓക്കെ. യെസ്, മിസ് ഇവിടെ വന്നിട്ടുണ്ട്. മോർണിംഗ് സെഷൻ ആയി. മിസ് ലൈവില് അടുത്ത ലൈവിൽ ഇവിടെ അവിടുന്ന് ഇവിടെ ഒക്കെ കയറി കളിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. നമ്മളെ എക്സാം ആണ് 5th ഇംഗ്ലീഷ്. അതെ, എനിക്കറിയാം. അപ്പൊ എല്ലാവരും നല്ല രീതിക്ക് പഠിച്ച് നന്നായിട്ട് തന്നെ പോയിട്ട് എഴുതാട്ടോ. സാർ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നുള്ള ഒരു സംശയമില്ല. കോൺഫിഡന്റ് ആയിട്ട് പോയി എഴുതാം അല്ലെ? ഓണം എക്സാം എനിക്കൊന്ന് നല്ല ഈസി ആയിരിക്കും. ഇംഗ്ലീഷ് നിങ്ങൾക്ക് എന്തായാലും ടഫ് ആവില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ് കേട്ടോ. നന്നായിട്ട് പഠിച്ചോ. ബൈ. ഓക്കെ, അപ്പോ വനിതാ മിസ് പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത പാർട്ടുകൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈവ് കണ്ടക്ട് ചെയ്തത് അല്ലെ. എനിവേ, നമ്മുടെ ആരുടെ തോട്ട്? യെസ്, ചെസ്റ്റർ റാക്കൂണിന്റെ തോട്ട് മക്കള് കൃത്യമായി എഴുതാം. അപ്പൊ നമ്മൾ ഇവിടെ ആരുടെ അല്ലെ ഇത്രയും കാര്യങ്ങൾ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട കാര്യങ്ങളിലെ ഇത്രയും കാര്യങ്ങൾ അവൻ ചിന്തിക്കും. അതായത് അവൻ ഓർമ്മയിൽ വരും. സോ നമുക്ക് എങ്ങനെ എഴുതാം ചെസ്റ്റർ റാക്കൂണിന്റെ തോട്ട്? ബേസ്ഡ് ഓൺ ദിസ് ഹിന്റ്സ്. Does Cheshire like to go to school? Will he miss the home? Then what will he think about friends in the forest? ഫോറസ്റ്റിലെ ഫ്രണ്ട്സിനെ കുറിച്ച് അവൻ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? എനിവേ, നമുക്ക് എങ്ങനെ എഴുതാം? Oh, I really don't want to go to school tomorrow. അല്ലെ അവൻ ചിന്തിക്കുന്ന, എനിക്ക് സ്കൂളിലോട്ട് പോകണ്ട. I feel so lazy and my stomach feels tired out with not because I so worried. അല്ലെ എനിക്ക് എന്ത് ഭയങ്കര സങ്കടമാണ് എന്ന രീതിയിൽ അവിടെ ഉന്നയിക്കുന്നത് കേട്ടോ. I will miss my cozy home and my mother so much while I am away. അല്ലെ ഞാൻ വീട്ടിൽ നിന്ന് വളരെ വിട്ടാണ് നിൽക്കുന്നത്. എനിവേ, ഞാൻ ഒരുപാട് ആരെ മിസ് ചെയ്യുന്നുണ്ട്, അമ്മയെ മിസ് ചെയ്യുന്നുണ്ട്. What are my friends doing out the forest right now? ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്തായിരിക്കും അല്ലെ ഫോറസ്റ്റിൽ എന്തായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക എന്നൊക്കെ ആരുടെ മനസ്സിൽ തോട്ട് വരുന്നുണ്ടാവും? യെസ്, ചെസ്റ്റർ റാക്കൂണിന്റെ മനസ്സിൽ തോട്ട് വരുന്നുണ്ടാവും. എനിവേ, they must be playing games and having fun with me. ഇപ്പൊ ഈ ഒരു സമയത്ത് ശരിക്കും അവർ എന്ത് ചെയ്യണമായിരുന്നു? എന്നോടൊപ്പം കളിക്കണമായിരുന്നു. എന്റെ ഒപ്പം കളിക്കേണ്ട സമയമാണ് പോകുന്നത് എന്നൊക്കെ ആരുടെ മനസ്സിൽ തോട്ട് വരുന്നുണ്ട്? യെസ്, ചെസ്റ്റർ റാക്കൂണിന്റെ. I wish I could just stay here and play with them instead of going to this strange new place. അല്ലെ പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നതിലുപരി ഇവരോടൊപ്പം എനിക്ക് സമയം ചെലവഴിക്കാമായിരുന്നു എന്നൊരു തോട്ട് ആരുടേത്? ചെസ്റ്റർ റാക്കൂണിന്റേത് നമുക്ക് എഴുതാൻ പറ്റും. സോ ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? ആരുടെ തോട്ട് നമ്മൾ ക്ലിയർ ചെയ്തു? ചെസ്റ്റർ റാക്കൂണിന്റെ തോട്ട് നമ്മൾ ക്ലിയർ ചെയ്തു. എനിവേ, so we are moving to the next thought, next thing. ആരുടേത്? Will you pull us over the mountain? ഞങ്ങളെ ആ മൗണ്ടൈനിലേക്ക് അപ്പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോകുമോ? The boys and the girls will have no toys or good food. അല്ലെ നല്ല ഫുഡോ നല്ല ടോയ്സോ ഒന്നും ആർക്കും ലഭിക്കില്ല. അല്ലെ നമ്മുടെ ഗേൾസിനും ബോയ്സിനും ലഭിക്കില്ല എന്നൊരു സങ്കടം അല്ലെങ്കിൽ ഒരു സാഡ്നെസ് ആരുടെ മുഖത്തുണ്ട്? we know ആരുടെ മുഖത്തുണ്ടടാ? യെസ്, ലിറ്റിൽ ട്രെയിനിന്റെ മുഖത്തുണ്ട്. സോ
ദ ക്ലൗൺ സൈഡ്, ക്ലൗൺ പറയുന്ന ഭാഗമാണിത്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ തോട്ട് ഫോർ എ വൈൽ. ലിറ്റിൽ ബ്ലൂ എൻജിൻ ആണ് ആ സമയത്ത് കടന്നു വരുന്നത്. സോ വാട്ട് ആർ തിങ്സ് ദ ക്ലൗൺ സോ ദ ബ്ലൂ എൻജിൻ കമ്മിങ്. അല്ലെ, തുടർന്ന് റൈറ്റ് ഡൗൺ ദ തോട്ട്സ് ഓഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. അപ്പൊ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ത് കാണുന്നുണ്ട്? ക്ലൗണിനെ കാണുന്നുണ്ട്, ദ ലിറ്റിൽ ട്രെയിനിനെ കാണുന്നുണ്ട്. ദെൻ ആ ഒരു സമയത്ത് അതിലൂടെ പോയപ്പോ റെഡ് ഫ്ലാഗ് ഒക്കെ വെച്ച് ആര് നിർത്തിച്ചതാണ്? ക്ലൗൺ നിർത്തിച്ചതാണ്. നമുക്ക് ഓൾറെഡി സ്റ്റോറി അറിയാം. എനിവേ എന്തൊക്കെ കാര്യങ്ങളാ ഈ കാര്യങ്ങളൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ട്. വിൽ ദ ബ്ലൂ എൻജിൻ ബി ഏബിൾ ടു പുൾ ദ ട്രെയിൻ? ആ ട്രെയിൻ പുള്ള് ചെയ്യാൻ ആര്? ബ്ലൂ എൻജിൻ ഞങ്ങളെ സഹായിക്കുമോ? വിൽ ദ ബ്ലൂ എൻജിൻ ബി ഏബിൾ ടു പുൾ ദ ട്രെയിൻ? അല്ലെ, അവൻ സ്വന്തം ആലോചിക്കുന്ന കാര്യങ്ങളാട്ടോ. സോറി, ലിറ്റിൽ ബ്ലൂ എൻജിൻ സ്വന്തം ആലോചിക്കുന്ന കാര്യങ്ങൾ. എന്ത്? എനിക്കിത് പുള്ള് ചെയ്യാൻ പറ്റുമോ? ഇത്രയും ചെറുതല്ലേ ഞാൻ, അത്രയും ലിറ്റിൽ ആയിട്ടുള്ള ഞാൻ ആ ലിറ്റിൽ ട്രെയിനിനെ പുള്ള് ചെയ്യാൻ പറ്റുമോ? വാട്ട് വിൽ ഷീ ഫീൽ വെൻ ഷീ ഈസ് സീസ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് ക്രൈയിങ്? അല്ലെ, ടോയ്സും ഡോൾസും ഒക്കെ ക്രൈ ചെയ്യുന്നത് കണ്ടപ്പോൾ, കരയുന്നത് കണ്ടപ്പോൾ എന്തായിരിക്കും അവൾ ചിന്തിച്ചിട്ടുണ്ടാവുക? മീൻസ് ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? Then the next one, will she think about the boys and girls on the mountain? മൗണ്ടെയിലുള്ള ബോയ്സിനെ കുറിച്ചും ഗേൾസിനെ കുറിച്ചും എന്തൊക്കെ തോട്ടുകളായിരിക്കും, എന്തൊക്കെ ചിന്തയായിരിക്കും അവളിൽ ഉണ്ടാക്കുക? Then ഇതൊക്കെ കൂട്ടി ചേർത്തുകൊണ്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കേണ്ടതടാ? യെസ്, തോട്ട്സ് ഓഫ് ലിറ്റിൽ ബ്ലൂ എൻജിൻ. അല്ലെ, ലിറ്റിൽ ബ്ലൂ എൻജിന്റെ തോട്ട് നമ്മൾ തയ്യാറാക്കേണ്ടത്. സെറ്റാണോ? റെഡിയാണോടാ? റെഡിയാണോ? ബേസ്ഡ് ഓൺ ദ ഹിൻസ്, with blue engine not be able to pull the train. നമുക്കറിയാം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തോട്ട് ഉണ്ടാക്കുന്നത്. എനിവേ, oh dear, that train looks so heavy. അല്ലെ, ട്രെയിൻ എന്താണ്? വളരെ ഹെവി ആണല്ലോ. and I am such a very little engine. ഞാൻ അത്രയും ചെറിയൊരു എഞ്ചിൻ ആണ്. will I really be able to pull all these cars all the way over the big mountain? ഈ ഒരു ബിഗ് മൗണ്ടെയിന്റെ അപ്പുറത്തേക്ക് ഇതൊക്കെ ഞാൻ പുൾ ചെയ്യണോ? എങ്ങനെ എനിക്ക് പറ്റും എന്ന രീതിയിലുള്ള ഒരു തോട്ട് ആരുടെ മനസ്സിൽ വരാം? യെസ്, നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിന്റെ മനസ്സിൽ വരാം. ബട്ട് ലുക്ക് അറ്റ് ദോസ് poor little ടോയ്സ്. അല്ലെ, ആ ഒരു ടോയ്സിനെയും ഡോൾസിനെയും ഒക്കെ നോക്കൂ, അവർ ക്രൈ ചെയ്യുന്നല്ലോ. I don't help them. If I don't help them, the good boys and girls on the other side of the mountain won't have any toys to play. ഞാൻ ഈ ഒരു അപ്പുറത്തെ മൗണ്ടെയിനിലേക്ക് ഈ സാധനങ്ങളൊന്നും എത്തിച്ചില്ലെങ്കിൽ ആർക്ക് സങ്കടമാകും? ബോയ്സിനും ഗേൾസിനൊക്കെ സങ്കടമാകും. or any good food to eat. അല്ലെ, എന്താണ്? അവർക്ക് നല്ല ഫുഡ് ഒന്നും ഈറ്റ് ചെയ്യാൻ പറ്റില്ല, ടോയ്സ് ഒന്നും ലഭിക്കില്ല. I must try my absolute best. I think I can't. അല്ലെ, എനിക്ക് തോന്നുന്നു എനിക്ക് പറ്റില്ല എന്ന രീതിയിലുള്ള ഒരു തോട്ടായിരിക്കും ആരുടേത്? ലിറ്റിൽ ബ്ലൂ എൻജിൻ്റെത്. എനിവേ, കമന്റ് ബോക്സിൽ വേറെ പലതും നടക്കുന്നു, അവിടെ ചർച്ചകൾ വേറെ നടക്കുന്നു. എനിവേ, ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആരുടേത്? യെസ്, നമ്മൾ മോസ്റ്റ്ലി ലാസ്റ്റ് സെഷനിലേക്ക് അഥവാ നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഒരു കോൺവെർസേഷൻ കൂടി നമുക്ക് നോക്കാം. എനിവേ, ചെസ്റ്റർ ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ സ്കൂൾ ഗേറ്റ്. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? ഈ ഒരു കോൺവെർസേഷൻ റെഡി അല്ലേ? റെഡി ആണെങ്കിൽ സെറ്റ് എന്ന് കമന്റ് ചെയ്യാം. പോവാം. യെസ്, വണ്ടർഫുൾ. പോവാം നമുക്ക് അല്ലേ? ഓക്കെ, attempt anyone active from the following. Okay, Chester is standing at the school gate. School gate ൽ ആര് സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്? Chester സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. It was his first day at school. അവന്റെ ആദ്യത്തെ ദിവസമാണ് ഇവിടെ സ്കൂളിലേത്. He was worried. അവൻ വളരെ പേടിച്ചാണ് നിൽക്കുന്നത്. Suddenly he met a child named Riley. He too looked sad. Chester shared the secret of kissing hand to comfort Riley. അപ്പോ ഇവനെ പോലെ തന്നെ സങ്കടപ്പെട്ട് വരുന്ന ഒരു ഫ്രണ്ടിനെ അവന് കാണുന്നുണ്ട്. അപ്പൊ അവനുമായ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. ദെൻ അവൻ എന്ത് സീക്രട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? കിസ്സിങ് ഹാൻഡിന്റെ സീക്രട്ട് ആര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? യെസ്, നമ്മുടെ സിസ്റ്റർ റാക്കൂൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കോൺവെർസേഷൻ ആണ് നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ ആൻഡ് റെയ്ലി. ഓക്കെ, അതാ സ്കൂളിന്റെ ഗേറ്റിൽ അവിടെ നിന്ന് കണ്ടുമുട്ടിയ രണ്ട് പുതിയ സുഹൃത്തുക്കൾ. റാക്കൂണിന്റെ പുതിയ സുഹൃത്തിനെ കിട്ടുന്നു. ഹലോ, ഐ ആം ചെസ്റ്റർ. ഹലോ, എന്റെ പേര് ചെസ്റ്റർ. തുടർന്ന് നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, നോക്കടാ. കോണ്ടെക്സ്റ്റ്.
മീറ്റിംഗ് അറ്റ് ദ സ്കൂൾ ഗേറ്റിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. ബോത്ത് വേറീഡ്, രണ്ടാളും എന്താണ് ഭയങ്കര പേടിച്ചാണ് നിൽക്കുന്നത്. ചെസ്റ്റർ ഷെയർഡ് ദ സീക്രട്ട് ഓഫ് കിസ്സിംഗ് ഹാൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സീക്രറ്റ് അല്ലെ, തന്റെ മദർ പറഞ്ഞു തന്ന, മിസ്സിസ് റാക്കൂൺ പറഞ്ഞു തന്ന സീക്രറ്റ് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? ഇവന് പറഞ്ഞു കൊടുക്കുന്നു. എനിവേ ഐ റിയലി വാണ്ട് ടു ഗോ ടു ഹോം, എനിക്ക് വീട്ടിലോട്ട് പോകണം. സോറി, ആദ്യം എന്താ, ഹലോ ഐ ആം ചെസ്റ്റർ, ഹലോ എന്റെ പേര് ചെസ്റ്റർ. റിയലി എന്താ പറയുന്നത്? ഹായ് ചെസ്റ്റർ, ഐ ആം റിയലി. ദെൻ ആർ യു ഫീലിംഗ് സ്കേർഡ് ടു, നിനക്കും പേടിയുണ്ടോ? ഐ റിയലി വാണ്ട് ടു ഗോ ടു ഹോം, എനിക്ക് ശരിക്കും എങ്ങോട്ട് പോകണം? വീട്ടിലോട്ട് പോകണം എന്ന് അവൻ പറയുന്നുണ്ട്, മറ്റു ഫ്രണ്ട് കേട്ടോ. അപ്പൊ ചെസ്റ്റർ എന്താ പറയുന്നത്? യെസ് ഐ വാസ് വെരി അപ്സെറ്റ് ദിസ് മോർണിംഗ്, ഞാൻ ഈ രാവിലെ വളരെ അപ്സെറ്റ് ആയിരുന്നു. ബട്ട് മൈ മമ്മി, എന്റെ അമ്മ, told me a wonderful secret that made me feel much better. അല്ലെ, ആദ്യം എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അമ്മ എന്നോടൊരു സീക്രട്ട് പറഞ്ഞു തന്നു, അതെനിക്ക് വളരെ ഫീൽ ബെറ്റർ ആക്കി, എന്നെ മാറ്റി എന്ന് പറയുന്നുണ്ട്. ഫീൽ മച്ച് ബെറ്റർ. ദെൻ റിയലി എ സീക്രറ്റ്, ഒരു സീക്രറ്റോ? വാട്ട് കൈൻഡ് ഓഫ് സീക്രറ്റ്, ഏത് രീതിയിലുള്ള സീക്രറ്റ്? പ്ലീസ് ടെൽ മീ, എന്നോടൊന്ന് പറഞ്ഞു തരുമോ? ചെസ്റ്റർ, ഇറ്റ്സ് കാൾഡ് ദ കിസ്സിംഗ് ഹാൻഡ്, അത് കിസ്സിംഗ് ഹാൻഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൈ മാമി കിസ്സസ് ദ പാം ഓഫ് മൈ ഹാൻഡ്, എന്റെ ഹാൻഡിലെ എന്റെ പാം ആര് കിസ് ചെയ്യുന്നുണ്ട്? മാമി കിസ് ചെയ്തിരുന്നു. ആൻഡ് വെനെവർ ഐ ഫീൽ ലോൺലി, എപ്പോഴാണോ ഞാൻ ഒറ്റയ്ക്കാവുന്നത്, അറ്റ് സ്കൂളിൽ ഞാൻ എപ്പോഴാണോ ഒറ്റയ്ക്കാവുന്നത്, ഐ പ്രസ് ഇറ്റ് ടു മൈ ചീക്സ്, അല്ലെ, അത് എന്ത് ചെയ്യും? എന്റെ ചീക്കിൽ ഞാൻ പ്രസ് ചെയ്യും. ഇറ്റ് ഫിൽ മൈ ഹേർ വിത്ത് ഹെർ ലവ്, അല്ലെ, അമ്മയുടെ ലവ് എന്റെ ഹെർട്ടിലേക്ക് എനിക്ക് ഫീൽ ചെയ്യും. ലവ് റിയലി, അപ്പൊ റിയലി എന്ന് പറയുന്നു, വാവ് ദാറ്റ് സൗണ്ട് ബ്യൂട്ടിഫുൾ, അത് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു മനോഹരം. ലെറ്റ് മീ ട്രൈ ടു തിങ്ക് ഓഫ് മൈ മമ്മീസ് ലവ് ടു, എന്റെ അമ്മയെ കുറിച്ചുള്ള ഈ സ്നേഹവും ഞാനൊന്ന് ഓർത്തെടുക്കട്ടെ. താങ്ക് യു ചെസ്റ്റർ, നീ ഈ ഒരു സീക്രട്ട് പറഞ്ഞു തന്നതിന് താങ്ക് യു എന്ന് അവനോട് പറയുന്നു. ചെസ്റ്റർ എന്ന് പറയുന്നു, യു ആർ വെൽക്കം. ലെറ്റ്സ് വാക്ക് ഇൻ ടു ദ ക്ലാസ് റൂം ടുഗദർ, വി ക്യാൻ ബി ഫ്രണ്ട്സ്, നമുക്ക് ഒന്നിച്ച് ക്ലാസ്സിലോട്ട് പോകാം, നീ എന്റെ സുഹൃത്തായി മാറി, നമുക്ക് സുഹൃത്തുക്കളാകാം എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാം. സെറ്റാണോ? പവർഫുൾ ആണോ? അപ്പോ ചെസ്റ്റർ റാക്കൂണും ഒരു ന്യൂ ഫ്രണ്ടും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മൾ ബിൽഡ് ചെയ്തു. ദെൻ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ്സ്, ദ പിക്ചർ സ്റ്റോറി, ഒരു പിക്ചർ സ്റ്റോറി. ഉറപ്പാ നിങ്ങൾക്ക് എന്ത് പ്രെഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് പ്രതീക്ഷിക്കാം? ഒരു പിക്ചർ സ്റ്റോറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എനിവേ നോക്കടാ, നമുക്ക് പിക്ചറിൽ കാണാം ആരെ? there is a man, he got an bird, then he put it to the home, then he just make sure he is okay and he flew the bird away. Okay, എങ്ങനെയാ? the gift of freedom എന്ന രീതി നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഒരു പിക്ചർ സ്റ്റോറി ആട്ടോ. അപ്പൊ പിക്ചർ സ്റ്റോറിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് സാറ് പറയുന്നു? പിക്ചർ കൃത്യമായി എന്ത് ചെയ്യണം? അവിടെ ഒബ്സേർവ് ചെയ്യണം. എനിവേ നമ്മൾ പിക്ചർ ഒബ്സേർവ് ചെയ്തില്ലേ? മക്കളെല്ലാരും ഒബ്സേർവ് ചെയ്തില്ലേടാ? ഇല്ലേ? റെഡി സെറ്റ് ഗോ. അങ്ങനെയെങ്കിൽ നോക്കിക്കോളൂ. ദ ഗിഫ്റ്റ് ഓഫ് ഫ്രീഡം. One afternoon, Tim found a small injured bird fluttering in the grass. He gently picked it up and carried it home to keep it safe. അതിനെ സംരക്ഷിതമായി കൊണ്ടുപോകുന്നതിന് വേണ്ടി ആര് ശ്രമിച്ചു? ഇവൻ ശ്രമിച്ചു. Tim placed the bird into a cage. കേജിലേക്ക് ആര് കൊണ്ടുപോയി? ടിം അതിനെ കൊണ്ടുപോയി. Feeding it seeds and water every day until it wing completely healed. അല്ലെ, അതിന്റെ വിങ് എല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഹീൽഡ് ആവുന്നത് വരെ ആര് അവനെ നോക്കി? നമ്മുടെ അവനെ നോക്കി. എനിവേ വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, ടിം ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ flock of the birds flying happily in the sky. അല്ലെ, സ്കൈയിലെ എല്ലാ പക്ഷികളും ഇതിനെ പാറിപ്പറക്കുന്നത് കണ്ടു. He realized that his bird longed to be free too. ഇവന് ലഭിച്ച കിളിയും ഇതേമാതിരി പറക്കാൻ അവകാശമുള്ള കിളിയാണെന്ന് അവന് മനസ്സിലായി. ടിം ഓപ്പൺ ദ കേജ്. അവൻ കേജ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, അല്ലെ, കൂട് തുറന്ന് വിൻഡോ തുറക്കുന്നുണ്ട്. ജെന്റ്ലി ലെറ്റിംഗ് ദ ബേർഡ് ഫ്ലൈ ഔട്ട്. അല്ലെ, ആ ബേർഡിനെ പുറത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. He smiled with joy. അല്ലെ, സന്തോഷം കൊണ്ട് ചിരിക്കുന്നു. As he
watched his little friend so happily into the blue sky. ബ്ലൂ സ്കൈയിലേക്ക് പോകുന്നത് സന്തോഷമായി. ദെൻ മക്കളെ എന്ത് പ്രതീക്ഷിക്കാം? ഒരു പസിൽ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സാറിന് ഇത്രയും പറയാനുള്ളൂ. അക്രോസ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണെന്നും ഡൗൺ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണെന്നും മേ ബി ഈ രീതിയിലല്ല ചോദിക്കാം. എനിവേ പസിൽ ക്വസ്റ്റ്യൻ കൃത്യമായി രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ചാൽ കൃത്യമായ ഒരു പസിൽ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ആണോടാ? ക്ലിയർ ആണോ? ആണെങ്കിൽ സെറ്റ് എന്ന് കാണിക്കുക. നമ്മള് ഒരു ഏതോടുകൂടിയാണ് അവസാനിപ്പിക്കുക? പസിൽ ക്വസ്റ്റ്യനോട് കൂടിയാണ് അവസാനിപ്പിക്കുന്നത്. സെറ്റ് ആണല്ലോ? റെഡി? അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിക്കാം. A whaling furry animal then ability to understand, share the feeling of other. A small broken bird known for chirping. Okay, then a large four-legged animal that is often used as transportation, existing or available large quantities. അപ്പൊ ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എന്ത് ഫീൽ ചെയ്യാനാണ്? പസിൽ ഫീൽ ചെയ്യാനാ പറഞ്ഞത്. സിമ്പിൾ പസിൽ ആണ്. എനിവേ ഫസ്റ്റ് വൺ എന്താണെന്നും സെക്കൻഡ് വൺ എന്താണെന്നും ഒക്കെ നമുക്കറിയാം. ഓക്കെ, റെഡി? ഒന്ന് കൃത്യമായി വായിച്ചു നോക്കി ഒന്നുകൂടി വായിച്ചു നോക്കി മക്കൾസ് ഒരു പസിൽ. അപ്പോ ക്വസ്റ്റ്യൻ രണ്ടോ പ്രാവശ്യം വായിച്ചു നോക്കി നിങ്ങൾക്ക് പസിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. സെറ്റ് ആണല്ലോ? അപ്പൊ എല്ലാവരും സെറ്റ് എന്ന് കമന്റ് ചെയ്തേ, പൊളി എന്ന് കമന്റ് ചെയ്തേ. നമ്മൾ ഏതുവരെ പസിൽ പറഞ്ഞു, അതോടൊപ്പം തന്നെ നമ്മുടെ പിക്ചർ സ്റ്റോറിയും പറഞ്ഞിട്ടാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. റെഡി? അപ്പോ ഓണം എക്സാമിന് അടിച്ചു പൊളിച്ചെടുക്കുക. ദെൻ ഇപ്പോഴും ഓണം എക്സാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത മക്കൾസ് എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. യെസ് മക്കളെ, എന്റെ നെയിം മൈ നെയിം ഇസ് മാധവ്. എവിടെ വേണ്ട സമയത്ത് ഇതിന്റെ ലെങ്ത് ഒക്കെ മാറുമല്ലോ. ബോൾ പെൻ ആക്കാം. റെഡി? മൈ നെയിം ഇസ് മാധവ് സാർ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, മാധവ് സാർ. സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്ന് കമന്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഇമോജി താഴെ കമന്റ് ചെയ്യുക. അടിപൊളിയാക്കുക. ഓണം എക്സാം പൊളിച്ചെടുക്കുക. ഓക്കെ, റെഡി? ദെൻ നമ്മുടെ ഏത് മറക്കണ്ട, 2299 എന്ന ഓണം ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് സ്വന്തമാക്കാം? യെസ്, നമ്മുടെ എജു പോർട്ടിൽ അംഗമാവാൻ സാധിക്കും കേട്ടോ. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ see you there, see you in the next live, see you in the next session. So Madhav sir is signing off. All of you, all the best for the exam. അടിച്ചു പൊളിച്ചടുക്കി എഴുതാം. ഓക്കെ, റെഡി ആണെങ്കിൽ സെറ്റ് എന്ന് കമന്റ് ചെയ്യുക. സോ see you in the next live, next session. അപ്പൊ സാർ ഇനി വരാം. ഓക്കെ, റെഡി അല്ലേടാ? വണ്ടർഫുൾ. സെറ്റ്. ഓക്കെ, യെസ് സാർ കമന്റുകളൊക്കെ കാണുന്നുണ്ട്. എനിവേ മക്കൾ മറക്കണ്ട, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത മക്കൾസ് ഇപ്പൊ തന്നെ കയറി ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാം. പ്രഡിക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. കണ്ട് പൊളിച്ചെടുക്കുക. അല്ലെ? സാറ് പറഞ്ഞു ലൈവ് സെഷനിൽ, ഇന്നലെ നടന്ന ലൈവ് സെഷനിൽ സാർ സമ്മറി, ചാപ്റ്റേഴ്സിന്റെ സമ്മറി തുടങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ചാപ്റ്റേഴ്സിന് ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ അവിടെ പോയി ക്ലാരിഫൈ ചെയ്തത് പൊളിച്ചെടുക്കുക. Okay, ready? So see you in the next live. All right guys, bye bye. Madhu Sai signing off. Bye.